ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വയുടെ ഒരു ട്രോജൻ കുതിരയാണെന്ന് ഞാൻ എഴുതിയിരുന്നു. കാരണം ആ ഒരു വേൾഡ് വ്യൂവിൽ ഈ എന്താണ് മറ്റേ സ്വാശ്രയ ഗ്രാമം, ജൈവ കൃഷി, സ്വാശ്രയത്വം, ഈ പറയുന്നതിലൊക്കെ യാഥാസ്ഥികതയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും എലമെൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിരന്തരമായ പ്രബോധനം സൃഷ്ടിക്കുന്ന ആശയലോകം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. നോക്കൂ, വേറെ സ്വാശ്രയത്വം എന്ന് പറയുന്ന കാര്യം എന്താണ്? നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. കുഴപ്പമാണ്. അങ്ങനെ മനുഷ്യന് സാധിക്കുമോ? അങ്ങനെയാണോ മനുഷ്യ സമുദായം ഇവിടെ വരെ എത്തിയത്? അങ്ങനെയാണോ? ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരുടെയും ചരക്കുകളുടെയും നിരന്തരമായ സഞ്ചാരമാണ് മനുഷ്യ സംസ്കാരത്തെ സാധ്യമാക്കിയത്. അപ്പോൾ അത് തമിഴ്നാട്ടിലുള്ള ലോറികൾ നിന്നു പോയാൽ നമ്മൾ പട്ടിണിയിലാകും, സ്ഥിരം കേൾക്കുന്നൊരു പ്രസംഗമാണത്. അങ്ങനെ സംഭവിക്കില്ല. തമിഴ്നാട്ടിലെ ലോറികൾ നിന്നു പോയാൽ ആദ്യം പട്ടിണിയാകുക അവരാണ്. കാരണം എല്ലാ ദിവസവും വെണ്ടക്കയും മുരിങ്ങാക്കായും തിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് ഇവിടെ വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അപ്പോൾ അവർ നമുക്ക് വെണ്ടക്കായും മുരിങ്ങാക്കായും തക്കാളിയും തരുന്നു, നമ്മളെന്തൊക്കെയോ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യരും ചരക്കുകളും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ തദ്ദേശ ഫലങ്ങൾ, തദ്ദേശീയ വസ്തുക്കൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്കൽ ഫുഡായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്താണ്? കപ്പ എവിടെ നിന്നാണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. ഹെവി ഷുഗറാണ്. ഹെവി ഷുഗറാണ് ആണല്ലേ? അപ്പോൾ ഇത് ഈ പണിയെടുക്കുന്ന അത് ഭയങ്കര പ്രോട്ടീൻ അടിപൊളിയാണെന്നാണ് അതിനെക്കുറിച്ച് പറയാറ്. പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഷുഗർ രോഗികൾക്ക്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തെ സാധ്യമാക്കിയ മനുഷ്യാധ്വാനം ആര് നൽകിയതാണ്? കപ്പ കഴിച്ചവരാണ്. അവരുണ്ടാക്കിയ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഈ ഡിബേറ്റുകളൊക്കെ നടക്കട്ടെ, പക്ഷേ ഇതിൽ കിടന്ന് മനുഷ്യൻ വരികരുതെന്നാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നോർമലായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. വളരെ നോർമലായി സ്വാഭാവികമായി നടക്കേണ്ട പ്രക്രിയയാണ്. അതിനകത്ത് സൈദ്ധാന്തികവും ശാസ്ത്രീയവും ഇങ്ങനെയൊക്കെയുള്ള എലമെൻറ്റുകൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ജോബാക്കി മാറ്റരുത്. അതാണ് എൻ്റെ സംഗതി. അതൊരു വിഷയമായി മാറുക എന്നുള്ളത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അത് സ്വാഭാവികമായി നടന്നു പോകേണ്ട ഒരു കാര്യമാണ്.